വെൽക്കം എവരിവൺ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും മാറ്ററാണ് അല്ലേ? ആ മാറ്ററിനെ നമുക്ക് മെയിനായി മൂന്നായി വേർതിരിക്കാൻ പറ്റും. മാറ്ററിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷനായി സോളിഡ്, ലിക്വിഡ്, ഗ്യാസിനെ നമുക്ക് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് വെച്ച്, പാർട്ടിക്കിൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ് എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓരോ ക്ലാസിഫിക്കേഷനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിക്കാം. ഒന്നാമതായി സോളിഡ്. സോളിഡിന്റെ പ്രത്യേകത എന്താ? സോളിഡിന് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ടേബിൾ, ചെയർ, സ്റ്റോൺ, പ്ലാസ്റ്റിക് എല്ലാം സോളിഡിന് എക്സാമ്പിളുകളാണ്. അന്നേരം അതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട് അല്ലേ? സോളിഡ്സ് ആർ ദ മെറ്റീരിയൽ ദാറ്റ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. പിന്നെ ഒരു ഡെഫിനിറ്റ് വോളിയം. പിന്നെ അടുത്താണ് ഒരു ഡിസ്റ്റന്റ് ബൗണ്ടറീസ്. ഒരു ടേബിൾ എടുത്താൽ അതിനൊരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ട്, അതിന് കറക്റ്റായ അതിന്റെ ബൗണ്ടറികളുണ്ട് അല്ലേ? അതിനൊരു സ്പെസിഫിക് വോളിയം ഉണ്ട്. ഇതെല്ലാമാണ് സോളിഡിന്റെ ജനറൽ ആയിട്ടുള്ള പ്രത്യേകത. ഇനി അതിന്റെ പാർട്ടിക്കിൾ എങ്ങനെയാണ്? ആ പിക്ചറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, സോളിഡിന്റെ പാർട്ടിക്കിൾ എല്ലാം വളരെ അടുത്താണ്. പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോളിഡിനെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ ക്ലോസ്ലി പാക്ഡ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളത്. ആ പാർട്ടിക്കിളിന് അങ്ങനെ ഈസിയായി മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സോളിഡിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉള്ളത്. പിന്നെ സോളിഡ് കംപ്രസ് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. ഇപ്പോൾ ഒരു കല്ലെടുത്തിട്ട് നമ്മൾ ഞെക്കിയാൽ അത് ഞെക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അത് വളരെ പാടാണ് കംപ്രസ് ചെയ്യാൻ. ഒരു ടേബിൾ എടുത്ത് ഒരു വുഡ് എടുത്താൽ ഇതെല്ലാം നമുക്ക് കംപ്രസ് ചെയ്യാൻ പാടായിരിക്കും. അതിന്റെ കംപ്രസിബിലിറ്റി ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. നമ്മൾ ഒത്തിരി ഫോഴ്സ് കൊടുത്താൽ അത് പൊടിഞ്ഞു പോകും, പക്ഷെ നമുക്കത് കംപ്രസ് ചെയ്യാനായി സാധിക്കില്ല. പിന്നെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ നമുക്കത് ആ ഷേപ്പ് അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. ഒത്തിരി ഫോഴ്സ് കൊടുത്താൽ അത് പൊടിഞ്ഞൊക്കെ പോകും. അല്ലാതെ നമ്മളൊരു നോർമലായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അതിന്റെ ഷേപ്പ് മാറില്ല. അത് ഡെഫിനിറ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇത്രയുമാണ് സോളിഡ് എന്ന മാറ്ററിന്റെ ക്ലാസിഫിക്കേഷന്റെ പ്രത്യേകതകൾ. അടുത്തതായി നമുക്ക് ലിക്വിഡിനെ കുറിച്ച് പഠിക്കാം. ലിക്വിഡിന് എക്സാമ്പിൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ടർ, മിൽക്ക്, പെട്രോൾ, ഓയിൽ, ഇവയെല്ലാം ലിക്വിഡിന് എക്സാമ്പിളുകളാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്നത് ഫ്രീ ആയിട്ട് ഒഴുകി നടക്കാം അല്ലേ? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഇപ്പൊ നമ്മളൊരു റൗണ്ട് ഗ്ലാസ്സിൽ വെച്ചാൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ ഷേപ്പ് റൗണ്ട് ആയിരിക്കും. ഏത് വെസലിലാണോ, ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന് അല്ലേ? അന്നേരം ഒന്നാമതായി മെയിൻ പോയിന്റ്, ലിക്വിഡ്സ് ആർ ദ മെറ്റീരിയൽസ് ഡസ് നോട്ട് ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. പിന്നെ പക്ഷെ അതിനൊരു ഫിക്സഡ് വോളിയം ഉണ്ട്. ആ കണ്ടന്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഒരു വോളിയം മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷെ അതിനൊരു ഷേപ്പ് ഇല്ല. പിന്നെ പാർട്ടിക്കിൾ ആർ ലൂസ്ലി പാക്ഡ്. പിക്ചറിലേക്ക് നോക്കി അറിയാം, പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് ഒഴുകി നടക്കാൻ കാര്യം അത് തന്നെയാണ്. പാർട്ടിക്കിൾ ലൂസ്ലി പാക്ഡ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ കമ്പയർ ടു സോളിഡ് കൂടുതലാണ്. അതുകൊണ്ട് ആ പാർട്ടിക്കിളിന് ഫ്രീ ആയി മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് വെള്ളത്തിനും പാലിനും ഒക്കെ ഒഴുകാൻ സാധിക്കുന്നത്, പാർട്ടിക്കിൾ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ലിക്വിഡിന്റെ ഷേപ്പ് എന്നാണ്? ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്. ലിക്വിഡ് ഹാസ് ദ ഷേപ്പ് ഓഫ് എ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. പിന്നെ അടുത്ത പോയിന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ലിക്വിഡ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ആൻഡ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ടു. ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കിളുകൾ ലൂസ്ലി പാക്ഡ് ആണ്, ഫ്രീ ആയി മൂവ് ചെയ്യാൻ സാധിക്കാതെ. അതുകൊണ്ടാണ് അത് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത്. ഇത്രയാണ് ലിക്വിഡിന്റെ മെയിൻ പ്രോപ്പർട്ടീസ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനായി ഗ്യാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഗ്യാസും ജനറലായി നമുക്ക് എയർ എടുത്താൽ എയറിന്റെ പ്രത്യേകത എന്താ? അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല,
സൈസ് ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായി ഇത് പാർട്ടിക്കിൾ വളരെ ലൂസ്ലി പാക്ഡ് ആണ്. പാർട്ടിക്കിൾസ് ആർ സോ ലൂസ്ലി പാക്ഡ്. അതുകൊണ്ട് തന്നെ ഗ്യാസിനൊരു ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് സൈസ് ഇല്ല. നോർമലി നമുക്ക് ഷേപ്പോ സൈസോ ഒന്നും ഇല്ലാത്ത നമുക്ക് കണ്ണിൽ നോർമലി കാണാൻ പറ്റില്ല, അല്ലേ? ഗ്യാസ് ക്യാൻ ബി കംപ്രസ്ഡ് ഈസിലി. നമുക്കതിനെ ഈസിയായി കംപ്രസ് ചെയ്യാം. പിന്നെ ഈ പാർട്ടിക്കിൾ തമ്മിൽ സ്പേസ് ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഒത്തിരി സ്പേസുകളുണ്ട്. സോ വേറെ പാർട്ടിക്കിളിന് അതിൻ്റെ ഇടയ്ക്കൂടെ ഈസിയായി കടന്നു പോകാൻ സാധിക്കും. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഗ്യാസ് ഷോസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിഫ്യൂഷൻ വെരി ഫാസ്റ്റ് ഇൻ ടു അതർ ഗ്യാസ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്പ്രേ യൂസ് ചെയ്താൽ ആ സ്പ്രേയുടെ മണം ആ റൂമിലെല്ലാം സ്പ്രെഡ് ആവില്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്പ്രേയുടെ പാർട്ടിക്കിളിന് എയറിലെ പാർട്ടിക്കിളിൻ്റെ സ്പേസ് മൂലം ഈസിയായി അത് തമ്മിൽ കടന്നുപോയി എല്ലായിടത്തും സ്പ്രെഡാകാൻ സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്? പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി പാക്ഡ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല, സൈസ് ഇല്ല. ഈസിയായി നമുക്ക് അതിനെ കംപ്രസ് ചെയ്യാൻ സാധിക്കും. കംപ്രസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ അകന്ന് നിൽക്കുമ്പോൾ പാർട്ടിക്കിൾ അടുത്ത് വരും. അതുകൊണ്ട് ഇത് ഈസിയായി കംപ്രസ് ആകും. ഇത്രയാണ് ഗ്യാസിൻ്റെ പ്രത്യേകതകൾ. മാറ്ററിൻ്റെ മെയിൻ 3 ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് കൂടാതെ മാറ്ററിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആ ക്ലാസിഫിക്കേഷൻസ് ഒന്നും, ആ ടൈപ്പ് ഓഫ് മാറ്റർ ഒന്നും നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലോ ഒന്നും കാണപ്പെടുന്നതല്ല. ഔട്ടർ സ്പേസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഈ 3 കൂടാതെ വേറെയുള്ള ക്ലാസിഫിക്കേഷൻ ഇതൊക്കെയാണ്. പ്ലാസ്മ 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്ലാസ്മ. 5ാമത്തെ ക്ലാസിഫിക്കേഷൻ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. 7ാമത്തത് ഡീജനറേറ്റഡ് മാറ്റർ. ഈ 4 തൊട്ട് 7 വരെയുള്ളത് നോർമലി എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കാണാറില്ല. ഔട്ടർ സ്പേസുകളിലും മറ്റ് പ്ലാനറ്റുകളിലും സ്റ്റാറിലും ഒക്കെയാണ് നമ്മൾ ഈ 4 ക്ലാസിഫിക്കേഷനുകൾ കാണുന്നത്. നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 സ്റ്റേറ്റാണ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന മാറ്റർ. അന്നേരം നമ്മൾ മെയിനായി ഈ 3 ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. അഡ്വാൻസ്ഡ് ഫിസിക്സ്, കെമിസ്ട്രി ക്ലാസ്സുകളിലാണ് നമ്മൾ ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നത്.